എന്നാലും എങ്ങനെയായിരിക്കില്ല ഈ മുഖത്തു നോക്കി അങ്ങനെ വിളിക്കാൻ തോന്നിയത്? ഹലോ ഗൈസ്, ഇറ്റ്സ് മീ റിൽന. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതിപ്പോൾ എങ്ങനെയാണ് ഒരു പ്രശ്നമായി മാറിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ട് വ്യക്തികളില്ലേ, അതായത് എൻ്റെ അച്ഛനും അമ്മയും. ഇവരുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ ചേച്ചി ഉണ്ടാവുന്നത്. പിന്നെ ചേച്ചി ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 8 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന മുതൽ, അതായത് റിൽന രാധാകൃഷ്ണൻ ജനിക്കുന്നത്. വർഷം എത്രയായിട്ടും എനിക്ക് എൻ്റെ പേരുമായിട്ട് യാതൊരു ബന്ധവും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ഈ പേരെന്ന് പറയുന്നത് എന്നെപ്പോലെ റെയറായിട്ടുള്ള പേരുകളുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. റിൽന എന്നുള്ള പേര് എല്ലാവരും പ്രൊണൗൺസ് ചെയ്യുന്നത് റിൽന എന്നാണ്. പിന്നെ ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് പേര് പറയാനാണെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കും ഇനി ഞാൻ പറയുന്നതിൻ്റെ കുഴപ്പമാണോ അവർ കേൾക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന്. ആർക്കും എൻ്റെ പേര് ഒറ്റ വാക്കിൽ ഞാൻ പറയുമ്പോഴേക്കും മനസ്സിലാവാറില്ല ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ റിൽനെ അറിയുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ പേരിലുള്ള ഒരാളെ കണ്ടിട്ടില്ലാന്നേ. സ്കൂളിലെത്തിയപ്പോഴേക്കും ആർട്സ്, സ്പോർട്സ്, NCC, സ്കൗട്ട് ഒന്നും പറയണ്ട, എല്ലാത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും കൂടെ സർട്ടിഫിക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പേര് ഇതിലൊക്കെ മാറ്റേണ്ടതെന്ന് ഓർത്തിട്ട് എനിക്കങ്ങ് മതിയായിപ്പോയി. അതുകൊണ്ട് എന്താ ഇപ്പതേ ഞാൻ അഡ്വക്കേറ്റ് റിൽനയായി. കോടതിയിലെ പേര് പറയാൻ വേണ്ടി ഞാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് റിൽന എന്ന് മാത്രമല്ല ഷാരു എന്നൊരു പേരും കൂടി ഉണ്ട്. അതേ എൻ്റെ അമ്മമ്മ ഇട്ട പേരാണ് കേട്ടോ. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ വിളിക്കുന്നത് ചീരു എന്നാണ്. അത് അച്ഛൻ എവിടെ നിന്നാണേലും എത്ര ആൾക്കാരുണ്ടെങ്കിലും അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. പിന്നെ ദൈവൻ എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കുന്നത് എന്താണെന്നറിയോ, കുരുപ്പെന്ന്. ഇനി വയസ്സായിട്ട് ഞാനൊരു അമ്മൂമ്മ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, റിൽന അമ്മൂമ്മന്ന്. എനിക്ക് നല്ല വിഷമമുണ്ട് അതിൽ. അങ്ങനെ ഞാനൊരാളും എനിക്കൊരു 10,000 പേരുകളും. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഗൈസ്?